അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. പ്രിയമുള്ള സഹോദരന്മാരെ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് വിശുദ്ധ ഹജ്ജ് കർമ്മം. മറ്റ് 4 കാര്യങ്ങളും പൂർത്തിയാക്കിയാലും കഴിവുള്ളവൻ ഹജ്ജ് നിർവഹിച്ചില്ല എങ്കിൽ അവനിൽ ഇസ്ലാം പൂർത്തിയാവുകയില്ല. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തമായ താക്കീത് ഇക്കാര്യത്തിൻ്റെ ഗൗരവം വ്യക്തമാക്കി തരുന്നു. അവിടുന്ന് പറഞ്ഞു, ഒരാൾക്ക് കഅബ ഷരീഫ് വരെ എത്തിച്ചേരാൻ ആവശ്യമായ വാഹനം, ഭക്ഷണം ആദിയായ സൗകര്യങ്ങൾ ലഭിച്ചിട്ടും ഹജ്ജ് ചെയ്യാതിരിക്കുന്ന പക്ഷം അവൻ ജൂതനോ നസ്രാണിയോ ആയി മരിക്കുന്നതിൽ യാതൊരു തടസ്സവും ഉണ്ടാവുകയില്ല. ഇമാം തിർമിദി തൻ്റെ സുനനിൽ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണിത്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇപ്രകാരമാണ്: വാത്തിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ. അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ഹജ്ജും ഉംറയും പൂർത്തീകരിക്കുവിൻ. സൂറത്ത് ആലി ഇമ്രാനിലെ 97-ാമത്തെ വചനത്തിൽ അള്ളാഹു ഇപ്രകാരമാണ് പറഞ്ഞത്: വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തത്വഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ വനിയ്യുൻ അനിൽ ആലമീൻ. കഅബ ഷരീഫിലെത്തി ഹജ്ജ് ചെയ്യാൻ കഴിവ് ലഭിച്ച ഏതൊരാൾക്കും ഹജ്ജ് ചെയ്യൽ നിർബന്ധമാകുന്നു. ആരെങ്കിലും കൽപ്പന ലംഘിച്ചാൽ അള്ളാഹു അവൻ്റെ സൃഷ്ടികളിൽ നിന്നും നിരാശ്രയനാവുന്നു. അവിടുത്തെ വിടവാങ്ങൽ പ്രസംഗം നടത്തിയ ഹജ്ജ് വേളയിൽ അവിടുന്ന് ഇപ്രകാരം പറയുകയുണ്ടായി: ജനങ്ങളെ, നിങ്ങൾ ഹജ്ജ് കർമ്മത്തിൻ്റെ വിധിവിലക്കുകൾ എന്നിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കുവിൻ. മബ്റൂറായ ഹജ്ജിൻ്റെ പ്രതിഫലം വിവരിക്കുന്ന പല നബി വചനങ്ങളിലും ഹജ്ജും മബ്റൂർ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. സംശുദ്ധമായ ഹജ്ജ് എന്ന ഈ പ്രയോഗം കൊണ്ടുള്ള വിവശ കുറ്റങ്ങളും കുറവുകളും കലരാത്ത സ്വീകാര്യമായ ഹജ്ജ് എന്നാണ്. മറ്റ് ആരാധനകൾക്കൊന്നും പ്രഖ്യാപിക്കപ്പെടാത്ത മഹത്തായ പ്രതിഫലങ്ങളും നേട്ടങ്ങളും വിജയങ്ങളും ഹജ്ജ് കർമ്മത്തിലൂടെ ലഭിക്കുമെന്ന് പ്രമാണങ്ങളിൽ വന്നിരിക്കുന്നു. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മബ്റൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. അനാവശ്യവും പാപവും കലരാത്ത ഹജ്ജ് നിർവഹിച്ചാൽ ഉമ്മ പ്രസവിച്ച നാളിലെ വിശുദ്ധി പോലെ പാപങ്ങളിൽ നിന്ന് വിമുക്തമാകുന്നതാണ് എന്നും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഹജ്ജ് കർമ്മം അതിനു മുമ്പ് വന്നുപോയ സർവ്വ പാപങ്ങളും തകർത്ത് കളയുന്നതാണ്. സ്ത്രീകളുടെ ഹജ്ജ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജിഹാദിന് സമമാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ചോദ്യത്തിന് ഉത്തരമായി അവിടുന്ന് പറയുകയുണ്ടായി, ഞാൻ ചോദിച്ചു, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, പ്രവാചകരെ, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, സ്ത്രീകൾക്ക് ജിഹാദ് ബാധ്യതയുണ്ടോ? അവിടുന്ന് പറഞ്ഞു, അവർക്ക് പോരാട്ടമില്ലാത്ത ജിഹാദാണുള്ളത്, അത് ഹജ്ജും ഉംറയുമാണ്. ഹാജിമാരും ഉംറക്കാരും അള്ളാഹുവിൻ്റെ വിരുന്നുകാരാണ്. അവരെ അവൻ വിളിച്ചു വരുത്തിയതാണ്. അവർ വല്ലതും ചോദിച്ചാൽ അവൻ സ്വീകരിക്കും, പാശ്ചാത്താപിച്ചാൽ പുറത്തു കൊടുക്കും. ഹാജി ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. സഹോദരന്മാരെ, മഹത്തായ പ്രതിഫലങ്ങൾ വിവരിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സുപ്രധാനമായ കർമ്മമാണ് ഹജ്ജ് കർമ്മം എന്നുള്ളത്. ഹജ്ജ് കർമ്മത്തിന് സാധ്യമായിട്ടും അത് ചെയ്യാതിരിക്കുക എന്നുള്ളത് അത് ഗുരുതരമായ പാപമാണ്. നാളെ പരലോകത്ത് വിചാരണയെ അഭിമുഖീകരിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ സംബന്ധിച്ച് പറഞ്ഞ ഏതാനും കാര്യങ്ങളാണ്, അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് ഇവിടെ വിവരിക്കപ്പെട്ടത്. ഇവിടെ പറയപ്പെട്ടതും പറയാത്തതുമായ ധാരാളം മഹത്വങ്ങൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹജ്ജിൻ്റെ മഹത്വം ഉൾക്കൊള്ളുകയും അത് ചെയ്യാൻ സാധ്യമാകുന്ന ആളുകൾ
ഉടനെ ഹജ്ജ് ചെയ്യുകയും വേണം എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടുന്ന് പറയുകയുണ്ടായി, നിങ്ങൾ ഹജ്ജിനെ പിന്തിപ്പിക്കരുത്. കാരണം ഇനി നിങ്ങൾക്ക് ഭാവിയിൽ എന്തൊക്കെയാണ് സംഭവിക്കാതിരിക്കുന്നത്? ചിലപ്പോൾ രോഗമായിരിക്കാം, മറ്റു വല്ല തടസ്സങ്ങളായിരിക്കാം, മരണമായിരിക്കാം. അങ്ങനെ വലിയ വലിയ തടസ്സങ്ങൾ ഈ ഹജ്ജ് നിർവഹിക്കുന്നതിൽ നിന്നും മനുഷ്യന് സംഭവിക്കാനിരിക്കുന്നു. അതുകൊണ്ട് ആ തടസ്സങ്ങൾ വരുന്നതിന് മുമ്പ് ഹജ്ജ് നിർവഹിക്കാൻ നിങ്ങൾ ധൃതി കാണിക്കണമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഹജ്ജിൻ്റെ മഹത്വങ്ങൾ അറിയുക, ഹജ്ജിനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുക, അതിൻ്റെ ആ കർമ്മം ചെയ്യാൻ ഒരവസരത്തിന് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.